സുഹൃത്തുക്കളെ, സന്തോഷം മാത്രം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഇത്. വാൾപ്പാറയുടെ മനോഹാരിത ആസ്വദിച്ചും ചിരിച്ചും നീങ്ങിയ നിമിഷങ്ങൾ. എന്നാൽ ആ സന്തോഷങ്ങൾക്കെല്ലാം തൊട്ടടുത്ത ദിവസം ഇങ്ങനെ ഒരു അപകടം കാത്തിരിക്കുമെന്നത് നാം ആരും അറിഞ്ഞിരുന്നില്ല. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നാഥൻ സമാധാനം നൽകട്ടെ. അപകടം നടന്നതിനാൽ തന്നെ വീഡിയോ കുറച്ച് വൈകിപ്പിക്കാമെന്ന് കരുതിയതാണ്. ദൈവത്തിൻ്റെ വിധി നമുക്കാർക്കും തടുക്കാനാവില്ലല്ലോ. എല്ലാവരുടെ പ്രാർത്ഥനകളിൽ അവരെയും നമ്മൾ ഉൾപ്പെടുത്തുക. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദൂരേക്കൊരു യാത്ര പോകാമെന്ന് കരുതി. ഗൂഗിൾ മാപ്പ് ഒന്ന് പരതി കുറേ സ്ഥലങ്ങളൊക്കെ നോക്കിയെങ്കിലും അവസാനം പൊള്ളാച്ചി വഴി വാൾപ്പാറ, പിന്നെ ഷോളയാർ വഴി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് നാട്ടിലേക്ക് തിരിക്കാമെന്ന് ഉറപ്പിച്ചു. ചൂടായതിനാൽ തന്നെ ഉച്ചയാകുമ്പോഴേക്ക് പൊള്ളാച്ചി വിടണമെന്നാണ് കരുതിയത്. പക്ഷേ നടന്നില്ല. പേര് പോലെ തന്നെ പൊള്ളലായിരുന്നു പൊള്ളാച്ചിയിലും. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സഞ്ചാരപാതയാണ് പൊള്ളാച്ചി മുതൽ ആളിയാർ ഡാം വരെ. ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തണലുണ്ട്. പൊള്ളാച്ചിയിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ ഉണ്ട് ആളിയാർ ഡാമിലേക്ക്. ഏതായിരുന്നാലും ഞങ്ങൾ ആളിയാർ ഡാമിലേക്കെത്തി നേരം നട്ടുച്ച. അതുകൊണ്ട് തന്നെ താഴെയുള്ള പാർക്കിൽ കുറച്ചു നേരം ഞങ്ങൾ വിശ്രമിക്കാനിരുന്നു. ഷട്ടർ തുറന്നിട്ടത് കൊണ്ട് തന്നെ ധാരാളം പേർ പാർക്കിലെ തോട്ടിൽ കുളിക്കുന്നുണ്ടായിരുന്നു. ആനമലക്കുന്നുകളുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് 1969 പൂർത്തീകരിച്ചത്. ഉച്ചയായതിനാൽ തന്നെ ഡാമിന് മുകൾ വശത്തേക്ക് കയറാൻ മടിച്ചെങ്കിലും കാഴ്ച കാണാൻ കയറാതെ പറ്റില്ലല്ലോ എന്ന് കരുതി കയറി. നല്ല വ്യൂ ആയിരുന്നു. കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ടു പെട്ടെന്ന് തിരിച്ചിറങ്ങി. ഇനി വാൾപ്പാറയിലേക്കാണ്. 40 ഹെയർപിൻ വളവുകൾ പിന്നിട്ട് വേണം വാൾപ്പാറയിലേക്കെത്താൻ. ഓരോ വളവുകൾ കഴിയുന്തോറും താഴോട്ടുള്ള കാഴ്ചകൾക്ക് മനോഹരമേറുന്നു. സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സാവധാനം ഓരോ വളവുകളും താണ്ടി മുകളിലേക്ക്. പണ്ട് കാലത്ത് ഈ പ്രദേശം പൂർണ്ണമായും നിബിഡ വനമാൽ ചുറ്റപ്പെട്ടതായിരുന്നു. ആനമലക്കുന്നുകളുടെ ഭാഗമായ ഇവിടെ ആദിവാസികളായ കാടർ, മുതുവർ വിഭാഗങ്ങൾ മാത്രമായിരുന്നു വസിച്ചത്. വാൾപ്പാറയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കാർവൽ മാർഷാണ്. 1980കളുടെ അവസാനത്തിൽ അദ്ദേഹം ഇവിടെ എത്തുകയും തേയില, കാപ്പി കൃഷികൾക്ക് തുടക്കമിടുകയും ചെയ്തു. അദ്ദേഹത്തെ വാൾപ്പാറയുടെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ തോട്ടങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ താഴെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചുരം നിർമ്മിക്കപ്പെട്ടത്. ഏതായാലും മേലേക്കെത്തും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നു. അവസാനം ഞങ്ങൾ വാൾപ്പാറയിലെത്തി. പിന്നെ ഒരു കാര്യം, താഴെ ആളിയാർ ഡാമിലെ ചെക്ക് പോസ്റ്റിൽ ചുരുങ്ങിയത് 2 മണിക്കെങ്കിലും കടന്നില്ലെങ്കിൽ പിന്നെ വാൾപ്പാറ എത്തി തിരിച്ചിറങ്ങുക എന്നത് പ്രയാസമാണ്. 7 മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങണം, അല്ലെങ്കിൽ അവിടെ വാൾപ്പാറയിൽ സ്റ്റേ ചെയ്യണം. വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായതിനാൽ തന്നെ പ്രത്യേകം നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. നേരം വൈകിയത് കൊണ്ട് തന്നെ അവിടെ നിൽക്കാമെന്ന് കരുതി റൂമും അന്വേഷിച്ച് ഞങ്ങൾ കുറേ നടന്നു. അവസാനം അത്യാവശ്യം വ്യൂ ഒക്കെയുള്ള നല്ല സൗകര്യമുള്ള റൂം തന്നെ കിട്ടി. യാത്രാക്ഷീണമുള്ളതിനാൽ തന്നെ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കിടന്നു. രാവിലെ എണീച്ച് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ചെറുതായി കോടയുണ്ടായിരുന്നു. കോച്ചുന്ന തണുപ്പൊന്നുമില്ലെങ്കിലും തിരക്കേടില്ല. തിരിച്ച് പൊള്ളാച്ചി വഴി പോകേണ്ട എന്ന് ഇനി വിചാരിച്ചു. പിന്നെയുള്ളത് മലക്കപ്പാറ വഴി ആതിരപ്പള്ളി റൂട്ടാണ്. വാൾപ്പാറയിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്കുള്ള യാത്ര ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരവും സാഹസികവുമായ വനയാത്രകളിലൊന്നാണ്. ഏകദേശം 80 കിലോമീറ്റർ കാടിനുള്ളിലൂടെയുള്ള യാത്ര. അത് വല്ലാത്തൊരു ഫീലാണ്. സൂക്ഷിച്ചു വേണം പോകാൻ. ചെറിയ റോഡും നിബിഡ വനവുമായതിനാൽ തന്നെ വന്യമൃഗങ്ങൾ പെട്ടെന്ന് മുന്നിലേക്ക് വന്നാൽ രക്ഷപ്പെടൽ പ്രയാസമാണ്. ഏതായിരുന്നാലും കാട് ആസ്വദിച്ചു കൊണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ മാത്രമേ ഇതിലൂടെ പ്രവേശനമുള്ളൂ. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന സ്ലിപ്പ് വായിച്ചാൽ ചെക്ക് പോസ്റ്റിൽ ഏൽപ്പിക്കണം. വാൾപ്പാറ കഴിഞ്ഞാൽ ഏകദേശം 65 കിലോമീറ്റർ. പിന്നെ പമ്പില്ല. എണ്ണയുണ്ടെന്ന് ഉറപ്പുവരുത്തി വേണം യാത്ര ചെയ്യാൻ. ഈ കാടിനൂടെയുള്ള യാത്രയിൽ ഞങ്ങൾ ഒരു കാട്ടിയെയും
ഒരു ചെറിയ ആനയെയും പിന്നെ സിംഹവാലം കുരങ്ങിനെയൊക്കെ കണ്ടു. വിജനമായ കാടിൻ്റെ മനോഹാരിത ആസ്വദിച്ച് അവസാനം ഞങ്ങൾ വാഴച്ചാലിലെത്തി. വാഴച്ചാലിൽ മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്. കൂട്ടുകാർക്കും കുടുംബത്തിനും വിശ്രമിക്കാനും ശാന്തതക്കും പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും ഇവിടെയുമായി ഒരൊറ്റ ടിക്കറ്റ് എടുത്താൽ മതി. കുത്തനെയുള്ള വീഴ്ചകളേക്കാൾ ഉപരിയായി പാറക്കെട്ടിലൂടെ കുത്തിയൊലിച്ചു വരുന്ന പുഴയുടെ ഭംഗിയാണ് വാഴച്ചാലിലുള്ളത്. നിബിഡ വനത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം ജൈവവൈവിധ്യത്താലും അപൂർവ ഇനം പക്ഷികളുടെ സാന്നിധ്യത്താലും പ്രസിദ്ധമാണ്. രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശന സമയം. കാട്ടിലൂടെയുള്ള തുടർച്ചയായ യാത്രയുടെ ക്ഷീണം ഇവിടെ വിശ്രമിച്ചപ്പോൾ തന്നെ മാറി. ഇനി ആതിരപ്പള്ളിയിലേക്ക്. ഏകദേശം 80 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നും താഴെ നിന്നും കാണാനുള്ള സൗകര്യമുണ്ട്. താഴെ നിന്ന് കാണാൻ കുത്തനെയുള്ള വലിയ ഇറക്കം ഇറങ്ങി വേണം പോകാൻ. നടക്കാൻ പ്രയാസമുള്ളവരും രോഗികളും താഴേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്യാവശ്യം റിസ്ക് എടുക്കണം. വെള്ളം കുറവായതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്ത് നിന്ന് കുളിക്കാൻ അനുമതിയുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടു തിരിക്കാമെന്ന് കരുതി ഇനി നാട്ടിലേക്ക്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. വാഴച്ചാൽ എത്തുന്നതിന് മുമ്പ് മനോഹരമായ ഷോളയാർ ഡാമുണ്ട്. വെള്ളം കുറവായതിനാൽ ഞങ്ങൾ അവിടെ കയറിയിട്ടില്ല. ഇനി മറ്റൊരു തവണ കയറാമെന്ന് കരുതിയതാണ്. നിബിഡ വനവും 40 വളവും ഒക്കെയുള്ള ഈ സാഹസിക യാത്ര മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. സൂക്ഷിച്ചു വേണം യാത്ര ചെയ്യാൻ.